യുദ്ധസമയത്ത് നമ്മുടെ ലോകം രണ്ട് ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത്. ഒന്നൊരു ഭയത്തിന്റെയും വാർത്തകളുടെയും ആ ഒരു യുദ്ധത്തിന്റെ ഹെൽപ്ലെസ്നെസിന്റെയും ഒക്കെ ഒരു ഫിയർ ടൈം ലൈനും, അടുത്തത് ഒരു ഹീലിംഗ് ടൈം ലൈനാണ്. മനുഷ്യവംശം ചേർന്നൊരുക്കുന്ന ഒരു പീസിന്റെയും സുരക്ഷയുടെയും ഒക്കെ ഒരു ലോകം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫിയർ ടൈം ലൈനിൽ നിന്ന് ഹീലിംഗ് ടൈം ലൈനിലേക്ക് ക്വാണ്ടം ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഈ ക്വാണ്ടം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റിനെ എസ്കേപ്പ് ചെയ്യലല്ല, എസ്കേപ്പിസം അല്ല, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുൾ റിയാലിറ്റീനെ നമ്മൾ എനർജൈസ് ചെയ്തെടുക്കും. പോലെ നമ്മൾ ഈ ആങ്സൈറ്റി കാണുമ്പോൾ നമ്മളത് ഫീൽ ചെയ്തിട്ട് നമ്മുടെ ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും. അപ്പം ആ ഒരു സെയിം ഫിയർ ഫ്രീക്വൻസി ആയിരിക്കും ലോകത്തേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ക്വാണ്ടം പീസ് ഷിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വാർ എനർജി അബ്സോർബ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യണം. അതിനായിട്ട് കണ്ണുകൾ അടയ്ക്കുക, ന്യൂസിൻ്റെ ഇമേജസ് ഒക്കെ മെൻ്റലി അങ്ങോട്ട് പോസ് ചെയ്യണം. എന്നിട്ട് അഫർമേഷൻ പറയുക, ഞാൻ ഭയം ക്യാരി ചെയ്യില്ല, ഞാൻ ഹീലിംഗ് ഫ്രീക്വൻസി തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ബോഡീനെ സർവൈവലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൈയെടുത്ത് ഹൃദയത്തിൽ വെക്കുക, എന്നിട്ട് പതുക്കെ ശ്വാസം വലിച്ചു വിടുക. അഫർമേഷൻ പറയുക, എൻ്റെ ശരീരം സുരക്ഷിതമാണ്, ഞാനിപ്പോൾ പീസ് സിഗ്നൽ അയക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പീസ് ടൈം ലൈൻ, ആ ഒരു ഹീലിങ്ങിൻ്റെ ടൈം ലൈൻ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ആ യുദ്ധത്തിൻ്റെ സൈറനൊക്കെ മാറി സൈലൻസ് വരുന്നു. പതുക്കെ കുട്ടികൾ വീണ്ടും കളിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നു. സോൾജേഴ്സ് വീട്ടിലേക്ക് മടങ്ങുന്നു. ലീഡേഴ്സ് കാമായിട്ട് സംസാരിക്കുന്നു. പിന്നെ സാധാരണ വണ്ടികളിലൊക്കെ പോകുന്നതിൻ്റെ ഒരു ശബ്ദമൊക്കെ വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഒരു നോർമൽ ലൈഫ് വിഷ്വലൈസ് ചെയ്യുക.